അതെ, ഇന്നിനി എനിക്കൊന്നും ഫുഡൊന്നും ഉണ്ടാക്കാൻ വയ്യ. നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും മേടിച്ചാലോ? മേടിച്ചേക്കാം. എങ്കിൽ ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ലൊരു ഹൊറർ മൂവി കണ്ടുപിടിച്ചു നോക്ക്. അപ്പം നമുക്ക് ഫുഡ് വരുമ്പം സിനിമ കണ്ടുകൊണ്ട് കഴിക്കാം. ഓക്കെ? ഹൊറർ മൂവി എന്ന് പറയുമ്പം നമ്മുടെ കല്യാണ സീരിയലാ. അതെ അതെ, പറയടി. ഈ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ. ഈ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ. കൊള്ളാം, കുഴപ്പമില്ല. നിങ്ങൾ എന്നെ നോക്കാൻ എങ്ങനെയാ ഡ്രസ് കൊള്ളാമെന്ന് പറയുന്നേ? നോക്കിയാലും അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങള് ഫാൻ തുടയ്ക്കുവാണോ? വേഗം തുടച്ചിട്ട് വാട്ടോ, കഴിക്കാൻ എടുത്ത് വെക്കാം. എന്തോ ചേടി മോഹം അല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല. എന്തു പറ്റി? ഒന്നുമില്ലെന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നിങ്ങളൊന്ന് പോയേ. ഫോൺ നോക്കിയിരുന്നാണ്. എന്നാ എന്താ പറ്റിയെന്നൊന്നും ചോദിക്കരുത്. ഞാൻ 2-3 തവണ നിന്നോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന്. നീ ഒന്നും പറഞ്ഞില്ല. 4ാമത് ചോദിക്കും പറയാനിരിക്കുമായിരുന്നു. നിങ്ങളെന്തോ നോക്കി നിൽക്കുന്നേ? തുറന്നേ. ഇതെങ്ങനെ ഇത്ര ഈസി ആയിട്ട് തുറന്നത്? നിന്നെയും കൊണ്ട് ഈസി ആയിട്ട് തുറക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമല്ലേ? അതാ നിന്റെ വാ. എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെയാണോ? എന്താടി? എന്താ? ഞാൻ ഇന്ന് രാവിലെ മാർക്കറ്റിൽ പോയില്ലായിരുന്നോ? തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് ഫോൺ റീചാർജ് ചെയ്യണമായിരുന്നു. ഞാൻ ആ മൊബൈൽ ഷോപ്പിൽ കയറി 500 രൂപ കൊടുത്തിട്ട് റീചാർജ് ചെയ്യാൻ പറഞ്ഞു. ഉടനെ അവൻ എന്റെ നമ്പർ വേണമെന്ന്. ഏതെങ്കിലും ഒരു പെമ്പിളാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പ നമ്പർ വേണം. എന്നോട് അവന്റെ കളി. ഞാൻ വേറൊരു നമ്പർ കൊടുത്തു. അപ്പൊ ഒട്ടൻ അത് വിശ്വസിച്ച്. അപ്പൊ 500 പോയി കിട്ടി. വേസ്റ്റ് ഒന്നും പറഞ്ഞിട്ടോ? എന്റെ അമ്മ എന്നെ നൊന്ത് പ്രസവിച്ച് ഇത്രയും വളർത്തിയത് ഈ വേസ്റ്റ് കൊണ്ട് കളയാനാണോ? പിന്നെ ഞങ്ങളുടെ അമ്മമാരൊക്കെ ഞങ്ങൾ ആമസോണിന്റെ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഓൺലൈനിൽ വരുത്തിയത്. എന്നിട്ട് റിട്ടേൺ ഓപ്ഷൻ പോലും ഇല്ലാതെ എന്റെ തലയിൽ കെട്ടി വിൽക്കുകയും ചെയ്യും. നിങ്ങളുടെ കൂട്ടുകാരന്മാരാ നിങ്ങളെ നശിപ്പിക്കുന്നത്. എടി അവരെ വീട്ടിൽ പറഞ്ഞ ഞാനാണ് അവരെ നശിപ്പിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു ധാരണയിലെത്തണം. ഞങ്ങൾക്കിടെ കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരെയാണ് സംസാരിച്ച് നിങ്ങളൊന്ന് ക്ലിയർ ആക്കണം സാർ. എന്റെ പൊന്നു മനുഷ്യൻ, ഞാൻ എത്ര നാൾ കൊണ്ട് നിങ്ങളോട് പറയാം ഒന്ന് നന്നാവാൻ, ഒന്ന് നന്നായിക്കൂടെ? എടി എനിക്ക് നന്നാവാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? ഞാൻ നന്നായാൽ എന്റെ അമ്മയ്ക്ക് ഈഗോ അടിക്കും. സ്വന്തം മക്കൾ നന്നാവുന്നതിന് ഈ ലോകത്ത് ഏതെങ്കിലും അമ്മമാർക്ക് ഈഗോ ഉണ്ടോ മനുഷ്യ? എടി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 2 വർഷമായി. 32 വർഷമായിട്ട് എന്റെ അമ്മ എന്റെ അടുത്ത് പറയണ നന്നാവാൻ. അപ്പൊ ഇന്നലെ കയറി വന്ന നീ നന്നാവാൻ പറഞ്ഞിട്ട് ഞാൻ നന്നായ എന്റെ അമ്മയ്ക്ക് ഈഗോ അടിക്കോ ഇല്ലേ? അടിക്കോ? നിങ്ങൾ നന്നാവിയല്ല, നിങ്ങൾ ഒരു കാലത്ത് നിങ്ങൾ നന്നാവത്തില്ല. നീ ഇങ്ങനെ പിണങ്ങി പോവാതെ പൊന്നെ.